ഫസ്റ്റ് സർവീസ് വരുന്നത് ഒന്നുകിൽ 500 കിലോമീറ്ററിലും 750 കിലോമീറ്ററിനും ഇടയിലോ അല്ലെങ്കിൽ 30 ദിവസത്തിനും 60 ദിവസത്തിനും ഇടയിൽ, അതായത് 1 മാസം മുതൽ 2 മാസത്തിൻ്റെ ഇടയിലോ ആണ്. അപ്പോൾ എനിക്ക് ഏകദേശം ഈ 650 കിലോമീറ്ററിന് പുറം കിലോമീറ്റർ ആദ്യത്തെ ഒരു 20 ദിവസം കൊണ്ട് തന്നെ വന്നിരുന്നു. പിന്നെ ഞാൻ കുറച്ച് തിരക്കിലാവുകൊണ്ട് പിന്നീട് അവിടെ ഉപയോഗം ഒന്ന് കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, എൻ്റെ ബൈക്ക് ഉപയോഗിച്ച് കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് പിന്നെ സമയം പോലെയാണ് ഞാൻ കൊണ്ടുപോയി സർവീസിനിട്ടത്. അപ്പോൾ ഏകദേശം 1 മാസവും 4 ദിവസവും ഉള്ളപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, വണ്ടി സർവീസിലിട്ടത്. അപ്പോൾ 715 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങാടിപ്പുറത്തുള്ള ഷോറൂമിലാണ് നമ്മൾ സർവീസിലിട്ടത്, പ്രിൻസ് മോട്ടോഴ്സിൽ. പിന്നെ ഫസ്റ്റ് ഫ്രീ സർവീസ് എന്നാണ് പറയുക, പക്ഷേ ഫ്രീ ഒന്നുമല്ല. ഫ്രീ സർവീസ് എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ലേബർ ചാർജ് ഇല്ല എന്നാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ ലേബർ ചാർജ് മറ്റ് എന്താ പറയുക ഓയിൽ ചേഞ്ചിൻ്റെ ഒക്കെ ഇടയിലൂടെ നമ്മൾ എടുത്തുനിന്ന് വാങ്ങുന്നുണ്ട്. അത് എത്രയെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഏകദേശം 2:30-ക്കാണ് എൻ്റെ വണ്ടി പണിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ആദ്യം വിളിച്ചത്. ശേഷം 3:15 ആകുമ്പോഴേക്കും പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ആകെ ചെയ്ത പണി ഓയിൽ ചേഞ്ചാണ്. അത് നിങ്ങൾക്ക് ബില്ല് നോക്കിയാലും മനസ്സിലാവും. ഈ ഓയിൽ ചേഞ്ച് ചെയ്തതിൻ്റെ പേരിൽ, അതായത് ഓയിൽ ചേഞ്ച് ചെയ്തതിന് വേണ്ടി മാത്രം ഇത്രയും രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അവരുടെ ലേബർ ചാർജ് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് ചുരുക്കം. അല്ലാതെ ഓയിൽ മാറ്റം അത്രയും ചിലവ് വരില്ല. കാരണം എൻ്റെ പൾസറിന് 7 കൊല്ലം പഴക്കമുള്ള വണ്ടിക്ക് ഇപ്പോഴും ഓയിൽ ചേഞ്ച് ചെയ്യാൻ 400 രൂപയുടെ ചിലവേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെ ആയിരിക്കും. പിന്നെ ഷോറൂമിൽ തന്നെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നമുക്ക് വാറണ്ടി പീരീഡിൽ ഷോറൂമിൽ നിന്ന് ചെയ്യാണ് നല്ലത്. നമുക്ക് എന്തെങ്കിലും ക്ലെയിം ചെയ്യാണ്ടൊക്കെ ചെയ്യാം. പിന്നെ വാറണ്ടി കിട്ടണമെങ്കിൽ ഷോറൂമിൽ പോയി പ്രോപ്പറായിട്ട് സർവീസ് ചെയ്താലും മാത്രമൊന്നും കിട്ടില്ല. അത്യാവശ്യം എന്ത് ചെയ്യേണ്ടി വരും, പണി എടുക്കേണ്ടി വരും, കുറച്ച് ചൂടാവേണ്ടി വരും, മെനക്കെടേണ്ടി വരും. എന്തായാലും ശരി, ഞാൻ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ പൾസർ 2018 അവസാനം മോഡലാണ്, BS4 ആണ്. അതിൻ്റെ കാർബറേറ്റർ പോയപ്പോൾ ഞാൻ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ സർവീസ് പ്രോപ്പറാണെന്നുള്ളത് കൊണ്ട് KVRൽ നിന്ന്, ഇപ്പോൾ ബജാജ് KVRൽ നിന്ന് എന്ത് വാങ്ങിയിട്ടുണ്ട്, വാറണ്ടി ക്ലെയിം ചെയ്ത് ഞാൻ കാർബറേറ്റർ മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ പോയാണ് ചോദിച്ചതും കൊണ്ട് കിട്ടുമൊന്നുമില്ല, കുറച്ച് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇനി ബില്ലിലേക്ക് വന്നാൽ ആകെ 815 രൂപയാണ് ആയിട്ടുള്ളത്. എൻജിൻ ഫ്ലഷിന് 150 രൂപ, എൻജിൻ ഓയിലിന് 475 രൂപ, ഗിയർ ഓയിലിന് 90 രൂപ, അതേപോലെ റിപ്പയർ കിറ്റിന് 99.99 രൂപ. ഈ ബാക്കി 3 മനസ്സിലായി. എന്താണ് ഈ റിപ്പയർ കിറ്റ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഫസ്റ്റ് സർവീസുകൾ, ഫ്രീ സർവീസുകളൊക്കെ എന്ത് ചെയ്യുക, പുതിയ വണ്ടി എടുക്കുന്നവരൊക്കെ ഷോറൂമിൽ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് വാറണ്ടി കിട്ടാത്ത എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ വാറണ്ടി കിട്ടാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തു തരാം. ഓക്കെ, ഇപ്പോൾ പന്ത് അവരുടെ കയ്യിലാണ്. പന്ത് നമ്മുടെ കയ്യിൽ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ അന്ന് നമ്മൾ ഇതിൽ ഗോൾ അടിക്കും. അപ്പോൾ ഇപ്പോൾ അവർ നമ്മളെ മുതലാക്കണതിനുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ മുതലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ നഷ്ടം തൽക്കാലം സഹിച്ച് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ വാറണ്ടി ക്ലെയിം ചെയ്യാലോ എന്ന് മാത്രം മനസ്സിൽ കരുതി ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യാം.